ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന കളി ഫുട്ബോളാണ്. ഏറ്റവും കൂടുതൽ പണമൊഴുകുന്ന കളിയും ഫുട്ബോളാണ്. കൂടുതൽ ക്ലബ്ബുകളുള്ളത് ഫുട്ബോളിലാണ്. കൂടുതൽ സൂപ്പർ സ്റ്റാറുകൾ ഉള്ളത് ഫുട്ബോളിലാണ്. വേൾഡ് കപ്പ് മത്സരങ്ങൾ നടന്നു എന്നുള്ള കാരണത്താൽ അടുത്ത കാലത്ത് മാധ്യമങ്ങളിലൂടെ ഫുട്ബോളിന് വലിയ പ്രൊമോഷൻ ലഭിക്കുകയുണ്ടായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് അർജന്റീനിയൻ ടീമിനാണെന്ന് കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകും. ഏറ്റവും കൂടുതൽ ഫ്ലെക്സുകൾ അർജന്റീനിയൻ ടീമിനെ കുറിച്ചും മെസ്സിയെ കേന്ദ്രീകരിച്ചുമാണ് കാണാറുള്ളത്. അർജന്റീനിയൻ ടീം കേരളത്തിൽ വരുന്നു, സൂപ്പർ സ്റ്റാർ മെസ്സി കേരളത്തിൽ കളിക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത ഒരു വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അതിനുള്ള ക്രമീകരണം ഉണ്ടാകേണ്ടതുണ്ട്. കോടിക്കണക്കായ പണം അതിനാവശ്യമാണ്. അതിന് സ്പോൺസേഴ്സ് വേണ്ടതുണ്ട്. ആവശ്യമായ സമയം അനുവദിക്കാതെയും വേണ്ടത്ര പരസ്യങ്ങൾ നൽകാതെയും തൽപരരായ ആരെയോ സ്പോൺസറായി നിശ്ചയിച്ചു എന്നുള്ളൊരാക്ഷേപം ആ സമയത്ത് കേട്ടതാണ്. കേരളത്തിലെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനെ കുറിച്ചാണ് പറഞ്ഞു കേട്ടത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറേയൊക്കെ മുമ്പോട്ട് പോയി പണം അടയ്ക്കേണ്ടതായ സാഹചര്യം വന്നു. അങ്ങനെ അടച്ച പണത്തിൽ സർക്കാരിലേക്ക് എത്തേണ്ട GST തുക അടച്ചില്ല എന്നുള്ള ഒരു കണ്ടെത്തലുണ്ടായി. 22 കോടിയിലധികം രൂപയാണ് സർക്കാരിലേക്ക് GST ആയിട്ട് കിട്ടേണ്ടിയിരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ച് നോട്ടീസ് അയച്ചിട്ട് പ്രയോജനമുണ്ടായില്ല. സമൻസ് അയച്ചിട്ട് മറുപടി ഉണ്ടായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് SIT രൂപീകരിച്ച് അന്വേഷണം നടത്തിയത്. ഇപ്പോഴത് വലിയ വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്. കമിഴ്ന്നു വീണാൽ കാൽപ്പണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ എല്ലാ രംഗത്തുമുണ്ട് എന്നാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. പണം എങ്ങനെയും സ്വന്തമാക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനൊക്കെ സത്യവും നീതിയും പൊതുജനങ്ങളെ പഠിപ്പിക്കുന്നവരാണ്. നിയമവും ചട്ടവും ഉപദേശിക്കുന്നവരാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം സ്വന്തം ജീവിതത്തിലും പ്രവൃത്തിയിലും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സമൂഹം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്.